everyone. Today we are going to talk about top 10 unique project topics ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഡൗട്ട്സ് ആണ് ഏത് ടോപ്പിക് എടുക്കും എന്നുള്ളത്. നമുക്ക് കുറേ തിയറീസ് അറിയാം, കുറേ വർക്ക്സ് അറിയാം, പക്ഷേ ഏതെടുക്കും എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാൽ നമ്മുടെ പ്രൊജക്റ്റ് യുണീക്ക് ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു മൈൻഡിലായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും അതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടോപ്പിക് അതിലുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ വീഡിയോ ലാഗാക്കുന്നില്ല, ഈ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഒരു യുണീക്ക് പ്രൊജക്റ്റ് ടോപ്പിക്കാണ് ഫെമിനിസം ഇൻ ജെയിൻ ഓസ്റ്റൻസ് പ്രൈഡ് ആൻഡ് പ്രജുഡൈസ്. പ്രൈഡ് ആൻഡ് പ്രജുഡൈസിൽ നമുക്ക് ഫെമിനിസം അപ്ലൈ ചെയ്യാവുന്നതാണ്. മാജിക്കൽ റിയലിസം ഇൻ സൽമാൻ റുഷ്ദീസ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. എന്ന് പറയുന്ന സൽമാൻ റുഷ്ദിയുടെ വർക്കിൽ മാജിക്കൽ റിയലിസം അപ്ലൈ ചെയ്യാം. പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റി ഇൻ ചിനുവ അച്ചബീസ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്നുള്ളതിൽ നമുക്ക് പോസ്റ്റ് കൊളോണിയലിസം അപ്ലൈ ചെയ്യാവുന്നതാണ്. സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഇൻ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൽ നമുക്ക് സൈക്കോളജി അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സിസ്റ്റൻഷ്യലിസം ഇൻ സാമുവൽ ബക്കറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഗൊദൂത്ത് എന്ന് പറയുന്ന സാമുവൽ ബക്കറ്റിൻ്റെ വർക്കിൽ എക്സിസ്റ്റൻഷ്യലിസം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ മാർഗ്രറ്റ് അറ്റ്വുഡ്സ് ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിലിൽ ഫെമിനിസം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിയലിസം ഇൻ ആർ.കെ. നാരായൺസ് മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ റിയലിസം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസബിലിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ മാർക്ക് ഹാഡൻസ് ദ ക്യൂരിയസ് ഇൻസിഡൻറ്റ് ഓഫ് ദി ഡോഗ് ഇൻ ദി നൈറ്റ് എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് ഡിസബിലിറ്റി ആൻഡ് ഡിഫറൻസ് എന്ന് പറയുന്ന തിയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയറി അമിതാവ് ഘോഷിൻ്റെ ദ ഹംഗ്രി ടൈഡ് എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രോമ ആൻഡ് മെമ്മറി ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും വർക്ക്സും ഇത്രയും ഫേമസ് ആയിട്ടുള്ള എന്നാൽ യുണീക്കായിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊജക്റ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതുപോലെ നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വേറൊരു വീഡിയോ ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ അതിനനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.